ഇനി കായിക മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ ടീം ഇന്ത്യ മികച്ച നിലയിൽ. ഒന്നാം ദിനത്തിൽ കളി അവസാനിക്കുമ്പോൾ 6-ന് 339 എന്ന നിലയിലാണ് ഇന്ത്യ. അശ്വിന്റെ സെഞ്ചുറിയും ജഡേജയുടെയും ജയ്സ്വാളിന്റെയും അർദ്ധ സെഞ്ചുറികളുമാണ് തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയെ കരകയറ്റിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഇപ്പോൾ വിവരങ്ങൾ ചേരുന്നുണ്ട്. അനിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ് അനിൽ? ഉന്മേഷ്, ഒരു ഘട്ടത്തിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 34 എന്ന തരത്തിലായിരുന്നു ആദ്യ ഓവറിൽ ഉണ്ടായിരുന്നത്. വലിയ തിരിച്ചടിയിലേക്ക് ഇന്ത്യ പോകുമെന്നൊക്കെ തന്നെ കരുതിയെടുത്തതെന്നാണ് യശസ്വി ജയ്സ്വാളും ഋഷഭ് പന്തും ചേർന്ന് ആദ്യം ഇന്ത്യയെ കരകയറ്റുന്നു. ഇരുവരുടെയും വിക്കറ്റ് നഷ്ടമായെങ്കിലും ഒരിക്കൽ കൂടി ഇന്ത്യയുടെ വാലറ്റം ഇന്ത്യയെ കാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നമ്പർ 1 നമ്പർ 2 ഓൾറൗണ്ടേഴ്സായ അശ്വിനും ജഡേജയും ചേർന്ന് ഇന്ത്യക്ക് ഒരു റെക്കോർഡ് പാർട്ട്ണർഷിപ്പിലൂടെ ഇന്ത്യയെ കരകയറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. അശ്വിൻ സെഞ്ചുറി നേടി. രവീന്ദ്ര ജഡേജ അർദ്ധ സെഞ്ചുറിയുമായി ക്രീസിലുണ്ട്. അശ്വിൻ്റെ 6ാം ടെസ്റ്റ് സെഞ്ചുറിയാണ്. 108 പന്തിലാണ് അശ്വിൻ സെഞ്ചുറി നേടിയത്. അശ്വിൻ ഇപ്പോൾ 112 പന്തിൽ 10 4ഉം 2 6ഉം ഉൾപ്പെടെ 102 റൺസുമായി ക്രീസിലുണ്ട്. രവീന്ദ്ര ജഡേജയാകട്ടെ 117 പന്തിൽ 4ഉം 2 6ഉം ഉൾപ്പെടെ 86 റൺസുമായി ക്രീസിലുണ്ട്. എന്തായാലും ഇന്ത്യ തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം മികച്ച സ്കോറിലേക്ക് നീളുകയാണ്. നാളെ ഉച്ച വരെയുള്ള സെഷനിലെ ഇന്ത്യ ഒരു പടുകൂറ്റൻ സ്കോർ പടുത്തുയർത്താൻ തന്നെയായിരിക്കും ഇന്ത്യ ലക്ഷ്യമിടുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.